സ്വതസിദ്ധമായ കോമഡി ടൈമിങ്ങിന് വർക്കാവുക എന്നത് ഏതൊരു അവതാരകനെയും സംബന്ധിച്ച് വളരെയധികം പ്രധാനമായ ഒരു കാര്യമാണ്. ആ പ്രാധാന്യത്തിന് ഒരു രാജാവ് ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊരു ആൺ ആങ്കറായി തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ജീവയെ തന്നെയായിരിക്കും. വൻ എനർജിയും ക്യാമറയ്ക്ക് മുന്നിൽ തടസ്സമില്ലാതെ സംഭാഷണം ചെയ്യാനുള്ള കഴിവും ഏതൊരു അവതാരകനെയും പ്രത്യേകതയിൽ നിർത്തുന്നത് പോലെ തന്നെ ജീവയും പ്രത്യേകതയിൽ നിർത്തിയിട്ടേ ഉള്ളൂ. ജീവയുടെ ആ ലുക്കും ശരിക്കും പറഞ്ഞാൽ കണ്ണുകളും എല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെയാക്കി. ഒപ്പം പല സിനിമകളിലും വില്ലൻ വേഷങ്ങൾ പോലും നെടുംതൂണായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിരിക്കുന്ന ഒരു താരം കൂടിയാണ് ജീവ ജോസഫ്. മലയാളം മിനിസ്ക്രീൻ അവതരണ രംഗത്ത് പുതിയൊരു തരംഗം തീർത്ത പേര് കൂടിയാണ് ജീവ ജോസഫ്. സരിഗമപ മുതൽ സോഷ്യൽ മീഡിയ വ്ലോഗുകൾ വരെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെ കയ്യിലെടുത്ത ജീവയുടെ ലൈഫ് ആൻഡ് കരിയർ അനാലിസിസ് തന്നെ വളരെയധികം നീണ്ടു നിവർന്ന് കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന അഖിൽ എന്ന പയ്യൻ പിന്നീട് VJ ആയപ്പോൾ സൂര്യ മ്യൂസിക്കിൽ നിന്നും കയറിപ്പറ്റിയത് പിന്നീട് ഒട്ടും പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് തന്നെയാണെന്ന് പറയാം. വലിയൊരു മീഡിയ പശ്ചാത്തലമില്ലാതെ സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിച്ച് കടന്നു വന്നയാൾ തന്നെയാണ് ജീവ. കേബിൾ ചാനലുകളിലൂടെയും റേഡിയോ രംഗത്തുമൊക്കെ തുടങ്ങി പിന്നീട് ഏവിയേഷൻ മേഖലയിൽ ജോലി തേടിപ്പോയെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലേക്കുള്ള മടങ്ങിവരവാണ് ജീവയുടെ ജീവിതത്തിൽ വന്നത്. VJ എന്ന നിലയിലുള്ള അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന്റെ ആശയവിനിമയ ശേഷിയെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി. പരമ്പരാഗതമായി മലയാളം TV ആങ്കർമാർ പിന്തുടർന്നു പോകുന്ന ഔദ്യോഗിക ശൈലികളെ ജീവ പൂർണ്ണമായും പൊളിച്ചെഴുതി. സ്വയം ട്രോളാനും കൂടെയുള്ളവരെ ട്രോളാനും ഒട്ടും മടിയില്ലാത്ത കാഷ്വൽ ഫ്രണ്ട്ലി സമീപനം ചെറുപ്പക്കാർക്കിടയിൽ വലിയ തരംഗമായി. സരിഗമപയിലെ അവതരണം ജീവയെ മലയാളികളുടെ സ്വീകരണ മുറിയിലെ പ്രിയങ്കരനാക്കി മാറ്റി. ജീവയുടെ പേഴ്സണൽ ലൈഫിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെയാണ് ഭാര്യ അപർണ തോമസ്. അവരുടെ ജീവിതം ഇന്ന് 11 വർഷം തികയുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു പോസ്റ്റ് ജീവ പങ്കുവച്ചു. വളരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നുവെങ്കിലും ഇരുവരും വേർപിരിയുന്നു എന്ന വാർത്ത തന്നെയാണ് വന്നത്. സൂര്യ മ്യൂസിക്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനിടയിൽ പരിചയപ്പെട്ട അപർണയുമായി പ്രണയവും സൗഹൃദവും ഒക്കെ ഉണ്ടാവുകയും അത് വീട്ടിൽ പറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹം നടക്കുകയും ചെയ്തത് എല്ലാവർക്കും അറിയാം. പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നത്. ജീവയുടെ പേഴ്സണൽ ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രൈവസി, യാത്രകൾ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ ലോഗുകൾ എന്നിവയിൽ സ്വന്തം ജീവിതം പ്രേക്ഷകരുമായി തുറന്നു കാട്ടുന്ന ജീവ കഠിനാധ്വാനം കൊണ്ടും പോസിറ്റിവിറ്റി ആറ്റിറ്റ്യൂഡ് കൊണ്ടും സ്വന്തം കരിയർ കെട്ടിപ്പടുത്തിയ ഒരു വ്യക്തി കൂടിയാണ്. സ്ക്രീനിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും കെമിസ്ട്രിയാണ് ഈ ദമ്പതികളുടെ ഈ ഒരു ചാനലിന് തന്നെ ഏറ്റവും വലിയ ഗ്രോത്തായി മാറിയത്. ഇപ്പോഴിതാ ഇരുവരും വേർപിരിയുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ജീവയുടെ ജീവിതം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ ഇത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസിറ്റീവ് നോട്ടോടു കൂടിയാണ് ജീവ ജോസഫ് എന്ന വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഡിവോഴ്സിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന വരികൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.